Dear students, we consider another problem from the same chapter, Arithmetic Progression. Just read the question. Find the sum of those integers between 1 and 500 which are multiples of 2 as well as of 5. Sum of those integers from 1 to 500 which are multiples of 2 as well as of 5. Sum of those integers from 1 to 500 which are multiples of 2 or 5. So the question containing 3 subparts. First question, sum of those integers between 1 and 500 which are multiples of 2 as well as of 5. ഈ ക്വസ്റ്റിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്പറിൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് 1ഉം 500ഉം ആണ്. 1 തൊട്ട് 500 വരെയുള്ള നമ്പേഴ്സാണ്. 3 ക്വസ്റ്റ്യനും 3 രീതിയിലാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്നാ, സം ഓഫ് ദോസ് ഇൻറ്റിജേഴ്സ് ബിറ്റ്വീൻ 1 ആൻഡ് 500. ബിറ്റ്വീൻ, നിങ്ങൾ ആ വേർഡൊന്ന് ശ്രദ്ധിക്കണം. ബിറ്റ്വീൻ 1നും 500നും ഇടയിൽ 2ഉം 5ഉം ഒരുപോലെ മൾട്ടിപ്പിൾ ആവുന്നു. അതും ഇമ്പോർട്ടൻ്റ് ആണ്. 2 ആസ് വെൽ ആസ് ഓഫ് 5 ആണ്. ഒറ്റ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ അല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, 2 ആസ് വെൽ ആസ് ഓഫ് 5. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിയാൽ ചെയ്യുന്നത്? അപ്പം മിസ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഫസ്റ്റ് സെക്ഷനാണ്, ഫസ്റ്റ് പ്രോബ്ലം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സം ഓഫ് ദോസ് ഇൻറ്റിജേഴ്സ് between 1 and 500 which are multiples of 2 as well as of 5. ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മുടെ എപ്പോഴും മക്കൾ ഓർക്കേണ്ട ഒരു കണ്ടീഷനുണ്ട്. നമ്മളോട് എന്തിൻ്റെ മൾട്ടിപ്പിൾ ആണോ പറയുന്നത് അതാണ് നമ്മൾ കോമൺ ഡിഫറൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സിംഗിൾ നമ്പർ കേസിലാണെങ്കിൽ നമ്മളോട് എന്തിൻ്റെ മൾട്ടിപ്പിൾ ആണോ പറയുന്നത് അതാണ് കോമൺ ഡിഫറൻസ്. ഇനി 2 നമ്പറാണ് പറയുന്നതെങ്കിൽ നമ്മൾ കോമൺ ഡിഫറൻസ് കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ LCM ആയിരിക്കണം. ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് 2 ആസ് വെൽ ആസ് ഓഫ് 5 2 നമ്പറുണ്ട്, 2ൻ്റെയും 5ൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം. അങ്ങനെയുള്ള കേസ് വരുമ്പോൾ നമ്മൾ കോമൺ ഡിഫറൻസ് കൺസിഡർ ചെയ്യുന്നത് ആ 2 നമ്പറിൻ്റെ LCM എന്തിൻ്റെയൊക്കെ മൾട്ടിപ്പിൾ ആകണോ അതിൻ്റെ LCM ആണ് നമ്മൾ കോമൺ ഡിഫറൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സൊല്യൂഷൻ കൺസിഡർ ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. ദെൻ ഫസ്റ്റ് വണ്ണിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് ഈസ് LCM ഓഫ് 2 and 5. We know that LCM of 2 and 5 is 10. So common difference is 10. Then ഈ കോമൺ ഡിഫറൻസ് യൂസ് ചെയ്താണ് നമുക്ക് അവിടെ വേണ്ട AP നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ നമ്മുടെ AP എന്ന് പറയുന്നത് എന്താ, 10ൻ്റെ മൾട്ടിപ്പിൾ ആകുന്ന കളക്ഷൻസ് മാത്രമേ കൺസിഡർ ചെയ്യാവുള്ളൂ. മൾട്ടിപ്പിൾ ഓഫ് 2 ആസ് വെൽ ആസ് ഓഫ് 5 എന്ന് പറയുമ്പോൾ LCM 10 വരുന്നത് മാത്രം. LCM 10 മീൻസ് 10 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ കളക്ഷൻസ് മാത്രം എടുത്താൽ മതി. സോ 1നും 5ക്കും ഇടയിലുള്ള നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 1നും 500നും ഇടയ്ക്ക് 10ൻ്റെ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ 1 കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് നമ്പർ 10, ദെൻ 20 എക്സെട്ര അപ് ടു 500 എടുക്കാൻ പറ്റില്ല. 500ൻ്റെ താഴെ വരുന്ന 10ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് വി നോ ദാറ്റ് 490. സോ ദ AP ഈസ് 10, 20 എക്സെട്ര അപ് ടു 490. ഇനി നമ്മളിത് സോൾവ് ചെയ്ത് n കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ nth ടേം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേം വേണം, കോമൺ ഡിഫറൻസ് വേണം, നമ്പർ ഓഫ് ടേംസ് വേണം. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് ഇവിടുന്ന് കിട്ടും. ഫസ്റ്റ് ടേം ഈസ് 10, കോമൺ ഡിഫറൻസ് 10, ദെൻ ലാസ്റ്റ് ടേമാണ് കയ്യിലുള്ളത് 490 എന്ന് പറയുന്നത് ലാസ്റ്റ് ടേമാണ്. 490 ഈസ് ദ ലാസ്റ്റ് ടേം. സോ യൂസിങ് 490 വി ഫൈൻഡ് നമ്പർ ഓഫ് n terms, that is value of n. An is equal to 490 implies equation of An is
a plus n minus 1 into d is equal to 490 implies replacing a with the 10 and d with the 10. 10 plus n minus 1 into 10 is equal to 490. That implies n minus 1 into 10 is equal to 490 minus 10. That is equal to 480 implies n minus 1 is equal to 480 divided by 10, that is equal to 48. Therefore n is equal to, taking minus 1 to the equal side, that becomes plus 1. 48 plus 1 is equal to 49. So we get a number of term is 49. Therefore we find sum of 49 terms, that is equal to n by 2, that is 49 by 2 into, അപ്പം ഇക്വേഷൻ വേണ്ടവർ സൈഡിലോട്ട് എഴുതിക്കോണേ. Sn is equal to n by 2 into 2a plus n minus 1 into d. So here n become 49. So 49 by 2 into 2 into 10 plus 49 minus 1 into value of d is 10. So that is equal to 49 by 2 into 20 plus 48 into 10. That is equal to 49 by 2 into 20 plus 480. 20 plus 480 is 500. So that is equal to 49 by 2 into 500. That is equal to, cancelling 2 and 500, we get a 250. So multiplying both numbers, we get a 12,250. So നമുക്ക് ഫസ്റ്റ് കേസിൻ്റെ ആൻസർ കിട്ടി. ഇനി സെക്കൻഡ് കേസിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. The second question is sum of those integers from 1 to 100. ആ വേർഡ് നോക്കിക്കേ, ഫ്രം 1 to 100. നേരത്തെ നമ്മൾ എടുത്തപ്പോൾ എന്നായിരുന്നു, ബിറ്റ്വീൻ 1 and 100 ആയിരുന്നു. ഇവിടെ നമുക്ക് ഫ്രം 1 to 100. അപ്പോൾ ഫ്രം 1 to 100 എന്ന് പറയുമ്പോൾ 1ഉം 500ഉം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഫ്രം 1 to 500 വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 2 ആസ് വെൽ ആസ് ഓഫ് 5. അപ്പോൾ നമുക്ക് എൽ സി എത്തിനൊന്നും ഡിഫറൻ്റ് ഇല്ല, എല്ലാം സെയിം തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മൾ നമ്പർ കൺസിഡർ ചെയ്യേണ്ടത് എവിടെ തൊട്ടാണ്, 1 മുതലുള്ള നമ്പർ കൺസിഡർ ചെയ്യണം. അപ്പോൾ അവിടെയും 1 കഴിഞ്ഞിട്ടുള്ളത് കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് കേസ് ഒന്നും ഡിഫറൻ്റ് ഇല്ല. 10, 20 എക്സെട്ര അപ് ടു ഇവിടം വരെ എടുക്കാം, നമുക്ക് 500 വരെ എടുക്കാം. കാരണം എന്നാ, ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് 500 കൂടി ഇൻക്ലൂഡഡ് ആണ്. സോ ലാസ്റ്റ് നമ്പർ ഒന്ന് മാറും, ലാസ്റ്റ് നമ്പർ 500 ആയിട്ട് മാറും. സോ ആ എ പി ഉപയോഗിച്ച് നമുക്ക് എഴുതുമ്പോൾ എ 10 ഉണ്ട്, കോമൺ ഡിഫറൻസ് 10 ഉണ്ട്, then an is equal to 500. ഈ ഇത് സെയിം പ്രോബ്ലം വെച്ച് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ അതിൻ്റെ അവിടുത്തെ നമ്പർ എന്താണോ അത് ഫസ്റ്റ് നമ്പർ കോമൺ ഡിഫറൻസ് ഒക്കെ ആയിട്ട് എടുക്കണം. കോമൺ ഡിഫറൻസ് എന്താണെന്ന് മറന്നു പോകരുത്. 2 നമ്പർ വരുമ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് LCM ആയിരിക്കണം. സിംഗിൾ നമ്പറേ ഉള്ളെങ്കിൽ എന്തിൻ്റെ മൾട്ടിപ്പിൾ ആണോ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറയുന്നത് അതാണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്, കോമൺ ഡിഫറൻസ് ആയിട്ട് എടുക്കേണ്ടത്. ദെൻ ആ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കണം ഫസ്റ്റ് നമ്പർ ലാസ്റ്റ് നമ്പർ. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്പർ കിട്ടി, കോമൺ ഡിഫറൻസ് ഉണ്ട്, ലാസ്റ്റ് നമ്പർ 500. അപ്പം an is equal to 500 യൂസ് ചെയ്ത് വേണം നമുക്ക് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഇംപ്ലൈസ് a plus n minus 1 into d is equal to 500 implies 10 plus n minus 1 into 10 is equal to 500. That implies n minus 1 into 10 is equal to 500 minus 10. 500 minus 10 become 490. That implies n minus 1 is equal to 490 divided by 10, that become 49, implies
n is equal to 49 plus 1 is equal to 50. So number of terms become 50. നമുക്ക് number of terms 50 കിട്ടി. ഇനി നമുക്ക് sum കണ്ടുപിടിക്കാം. sum എന്ന് പറയുമ്പോൾ S50 is equal to നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇക്വേഷൻ സെയിം ഇക്വേഷൻ n by 2 into 2y plus n minus 1 into d, that is here n is 50 by 2 into 10 plus 50 minus 1 into d is also 10. So that is equal to 50 by 2 is 25 into 20 plus 49 into 10. So that is equal to 25 into 20 plus 490. So we know that 490 plus 20, 25 into 510, then multiplying we get 12,750. That is the second case. The next we consider the third section. The third section is sum of those integers from 1 to 500 which are multiples of 2 or 5. അവിടെ ശ്രദ്ധിച്ച് നമ്മളവിടെ multiples of എന്താ പറഞ്ഞിരിക്കുന്നത് 2 or 5. ഒന്നല്ലേ 2ന്റെ മൾട്ടിപ്പിൾ ആകാം, അല്ലെങ്കിൽ എന്തിൻ്റെ മൾട്ടിപ്പിൾ ആകാം 5ന്റെ മൾട്ടിപ്പിൾ ആകാം. ഇതുവരെ നമ്മൾ നോക്കിയ രണ്ട് കേസിനും 2ഉം 5ഉം ഒരുപോലെ വരണമായിരുന്നു. അതായത് 2വിനകത്തും 5വിനകത്തും ഒരുപോലെ വരുന്ന നമ്പർ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2വിൻ്റെയും ആകാം 5വിൻ്റെയും ആകാം, അല്ലാതെ രണ്ടുകൂടി വേണ്ട. അപ്പം നമുക്കറിയാം 2വിൻ്റെ മൾട്ടിപ്പിൾ ആകുന്ന കേസുകൾ 5വിൻ്റെ മൾട്ടിപ്പിൾ ആണോ നിർബന്ധമില്ല. അതേസമയം 2വിൻ്റെ മൾട്ടിപ്പിൾ ആകുന്നത് 5വിനകത്ത് വരികയും ചെയ്യും. അപ്പം 2വിൻ്റെ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് സം ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 2 ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 2 കൺസിഡർ ചെയ്യുമ്പം അതിനകത്ത് എന്തും കയറി വരാം, മൾട്ടിപ്പിൾ ഓഫ് 5ഉം കയറി വരാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ സം ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 2 ചെയ്യണം, പിന്നെ നമ്മൾ മൾട്ടിപ്പിൾ ഓഫ് 5ൻ്റെ പ്രോബ്ലം ചെയ്യണം, പിന്നെ നമ്മൾ മൾട്ടിപ്പിൾ ഓഫ് 10ൻ്റെ പ്രോബ്ലം ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ 2വിൻ്റെയും 5ൻ്റെയും നമ്മൾ ചെയ്യുമ്പം 2വിനകത്ത് 5ൻ്റെ കേസും കൂടി കയറും. അപ്പം നമുക്ക് അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 10ൻ്റെ കേസും കൂടി കൺസിഡർ ചെയ്യുന്നത്. അപ്പം മക്കൾ ആ സ്റ്റെപ്പ് ഒന്ന് കോമൺ ആയിട്ട് ഫോളോ ചെയ്താൽ മതി. സിംഗിൾ കേസുകളാണെങ്കിൽ ചെയ്യേണ്ട പ്രോസസ്സ് എന്താണ്, ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ട് ഓർ കേസ് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളതൊന്ന് സ്റ്റെപ്പ് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഏത് ടൈപ്പ് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ തേർഡ് കേസിലായിട്ട് മിസ് ആദ്യമേ ചെയ്യാം എങ്ങനെയാണ് അത് എഴുതേണ്ടതെന്നുള്ളത്. അപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 2 or 5 എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് 2 പ്ലസ് മൾട്ടിപ്പിൾസ് ഓഫ് 5. അപ്പോൾ 2ഉം 5ഉം നമുക്ക് കൺസിഡർ ചെയ്യണം. അപ്പോൾ 2വിനകത്ത് 5ൻ്റെ കയറി വരുന്നത് കൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം സബ്ട്രാക്ട് ചെയ്യണം. ദറ്റ് ഈസ് മൾട്ടിപ്പിൾസ് ഓഫ് LCM ഓഫ് 2 and 5. മിസ് ഇവിടെ ഇങ്ങനെ എഴുതാനുള്ള കാര്യം ദറ്റ് ഈസ് 10. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം ഈ സെയിം പ്രോബ്ലം വെച്ചാണ് മിസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എക്സാമിന് മറ്റ് പ്രോബ്ലങ്ങൾ വരുമ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ സ്റ്റെപ്പ് ഇവിടെ എഴുതിയത്. മൾട്ടിപ്പിൾസ് ഓഫ് എന്ന് പറഞ്ഞ് നമുക്കൊരു 2 നമ്പർ ഇതുപോലെ ഓർ കേസ് ആണ് വരുന്നതെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് ഫസ്റ്റ് നമ്പർ പ്ലസ് മൾട്ടിപ്പിൾ ഓഫ് സെക്കൻഡ് നമ്പർ മൈനസ് മൾട്ടിപ്പിൾ ഓഫ് LCM ഓഫ് ബോത്ത് നമ്പർ, അങ്ങനെ വേണം നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ നമുക്കിനി ഓരോ കേസായിട്ട് കൺസിഡർ ചെയ്യാം. ആദ്യമേ നമുക്ക് മൾട്ടിപ്പിൾസ് ഓഫ് ഏതാ ചെയ്യേണ്ടത്, മൾട്ടിപ്പിൾസ് ഓഫ് 2 ചെയ്യണം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്പർ ഏതാ 1 to 500. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾസ് ഓഫ് 2 ഫ്രം 1 to 500 വരെയുള്ള കേസിൽ
മൾട്ടിപ്പിൾ ഓഫ് 2 എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 2 പറയുമ്പോൾ നമുക്കറിയാം 2 ഫ്രം 1 to 50. അപ്പോൾ 1 to 500 ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. അപ്പോൾ 1 കഴിഞ്ഞിട്ടുള്ള 2ൻ്റെ മൾട്ടിപ്പിൾ 2 ആണ്. 2, 4, 6 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ എവിടം വരെ നമുക്ക് കൺസിഡർ ചെയ്യാം? 500 വരെ കൺസിഡർ ചെയ്യാം. അപ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലാസ്റ്റ് നമ്പർ a = 2 ഉണ്ട്. കോമൺ ഡിഫറൻസും 2 തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തിൻ്റെ മൾട്ടിപ്പിൾ ആണോ കൺസിഡർ ചെയ്യുന്നത് അതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. ദെൻ ലാസ്റ്റ് ടേം നമുക്ക് 500 എന്നുണ്ട്. ഈ ലാസ്റ്റ് ടേം വെച്ചാണ് നമ്മൾ n കണ്ടുപിടിക്കുന്നത്. സോ a + n - 1 × d = 500. Then substitute value of a 2 plus n - 1 into 2 is equal to 500. That is n minus 1 into 2 is equal to 500 minus 2. 500 minus 2 is 498. Therefore n minus 1 is equal to 498 divided by 2 is equal to 249. Therefore n is equal to 249 plus 1 is equal to 250. അപ്പം 1 മുതൽ 500 വരെയുള്ള നമ്പറിനകത്ത് 2ൻ്റെ മൾട്ടിപ്പിൾസ് എത്രയുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. 2ൻ്റെ മൾട്ടിപ്പിൾസ് എത്രയുണ്ട്? 250 നമ്പേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത കേസ് കണ്ടുപിടിക്കാം. ഏതാ? 5ൻ്റെ മൾട്ടിപ്പിൾസ് എത്രയുണ്ട്? അടുത്ത നമുക്ക് വേണ്ടത് മൾട്ടിപ്പിൾസ് ഓഫ് 5 ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത മിസ് ഇവിടെ തന്നെയായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. മൾട്ടിപ്പിൾസ് ഓഫ് 5 ഫ്രം 1 to 500. അപ്പോൾ 5 കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ AP മാറും. 5 ആണ് 1 കഴിഞ്ഞിട്ട് 5ൻ്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ 5 ആണ്. അപ്പോൾ 5, 10 എക്സെട്രാ ടു ലാസ്റ്റ് ടേമിന് വ്യത്യാസമൊന്നുമില്ല. കാരണം 500 5ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് a = 5, d = അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. സോ d മാറും. d = 5, an = 500. അപ്പോൾ ആ കാര്യം വീണ്ടും മിസ് ഓർമ്മിപ്പിക്കുകയാണ്. എന്തിൻ്റെ മൾട്ടിപ്പിൾ ആണോ ദാറ്റ് കൺസിഡർ ആസ് ദി കോമൺ ഡിഫറൻസ്. So here use the equation a plus n minus 1 into d is equal to 500. That implies 5 plus n minus 1 into 5 is equal to 500. That implies n minus 1 into 5 is equal to 500 minus 5 is equal to 495. So n minus 1 is equal to 495 by 5. 495 by 5 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 9s are 45. Then remainder 4 45 99. So n is equal to 99 plus 1 is equal to 100. അപ്പോൾ 5ൻ്റെ മൾട്ടിപ്പിൾ നമുക്ക് എത്ര ആയിട്ട് മാറി? 100 ആയിട്ട് മാറി. ഇനി നമുക്ക് ഒരു കേസും കൂടി ഉണ്ട്. മിസ് നെക്സ്റ്റ് പേജ് എടുക്കാം, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾസ് ഓഫ് 10. അപ്പോൾ അടുത്തത് നമുക്ക് എടുക്കേണ്ടത് മൾട്ടിപ്പിൾസ് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. മൾട്ടിപ്പിൾസ് ഓഫ് 10 ഫ്രം 1 to 500. 1 to 500 വരെ എത്ര 10ൻ്റെ മൾട്ടിപ്പിൾസ് ഉണ്ടെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 10 കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ AP മാറും. 10 20 എക്സെട്രാ അപ് ടു 500 ആവും. അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് ടേംസ് കൺസിഡർ ചെയ്യുമ്പോൾ a = 10 ആവുന്നു. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് 10 ആയതുകൊണ്ട് കോമൺ ഡിഫറൻസ് become 10. The last term is 500. So a plus n minus 1 into d is equal to 500. That implies 10 plus
n minus 1 into 10 is equal to 500. That implies n minus 1 into 10 is equal to 500 minus 10. 500 minus 10 we know that is 490. So that implies n minus 1 is equal to 490 divided by 10 become 49. Therefore n is equal to 49 plus 1 is equal to 50. From number of multiples 10 എന്ന് പറയുന്നത് 50 ആയി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സം ഓഫ്, ക്വസ്റ്റ്യൻ്റെ ഷോർട്ട് ഒന്നുകൂടി മിസ് എഴുതുവാണ്, സം ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 2 or 5 from 1 to 500. From 1 to 500 ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് 1 മുതൽ 500 വരെയുള്ള നമ്പറിനകത്ത് 2-ൻ്റെയും